ഹായ്, നമുക്കിന്ന് 2 ടൈപ്പ് സ്റ്റഡ് ഉണ്ടാക്കിയാലോ? ആദ്യത്തെ സ്റ്റഡ് ഇതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുമാതിരി വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സ്റ്റിക്കി നോട്ടിൽ ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനത്തെ ഡിസൈനാണ് ഞാൻ വരച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ഡിസൈനിലൂടെയൊക്കെ ഒന്ന് ഗം അപ്ലൈ ചെയ്ത് ആദ്യം തന്നെ ഒരു വൈറ്റ് കളർ ബീഡാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ബീഡാണ്. 6 എണ്ണത്തിൻ്റെ സെറ്റിന് 60 രൂപയോ അങ്ങനെ എന്തോ ആണ് ഇത്. അപ്പോൾ അതേ അതിന് ചുറ്റും ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണ മാതിരിയാണ് ഞാൻ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് സിൽവർ കളർ സ്റ്റോൺ ചെയിനാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഗ്യാപ്പ്, ആ സ്റ്റോൺ ചെയിനിൻ്റെ ആ സ്റ്റോൺ ഉണ്ടല്ലോ, ആ കണക്കിൽ നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് കണ്ടോ, രണ്ട് സ്റ്റോൺ തൊട്ടുള്ള രീതിക്കാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ നടുക്കിലത്തെ ബീഡ് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മളിത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് ഉണങ്ങണതിന് മുന്നേ തന്നെ അതിൻ്റെ ബാക്കിൽ നമുക്ക് സ്റ്റഡ് ബേസും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഗ്ലൂ BE7000 ആണ് കേട്ടോ. അപ്പോൾ സ്റ്റഡ് ബേസും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ സിൽവർ കളർ സ്റ്റഡ് ബേസ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഡ്രൈ ആയതിന് ശേഷം ആ ഒരു സൈഡിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക്. കാണാൻ നല്ല ഭംഗിയില്ലേ? നമുക്ക് സിമ്പിളായിട്ട് എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കമ്മലാണ്. പിന്നെ ഇത് ആരും പറയില്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു കമ്മലാണ് എന്നുള്ളത്. അടുത്തത് ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള കമ്മലാണ്. ഇത് കണ്ടോ, കാണാൻ എന്തൊരു ഭംഗിയല്ലേ? അതുമാതിരി എന്തൊരു ഷൈനിങ്ങാണ്. ഈ സ്റ്റോൺ ചെയിൻ നല്ല സ്റ്റോൺ ചെയിനാണ് കേട്ടോ. മീറ്ററിന് 30 രൂപയുള്ളൂ. അപ്പോൾ ഇതും അതെ, ഞാൻ സ്റ്റിക്കി നോട്ടിൽ ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഉണ്ടല്ലോ, എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ വരുമ്പോൾ ഞാൻ എൻ്റെ സ്റ്റിക്കി നോട്ട് എടുത്ത് അതിൽ വരച്ച് വെക്കണതാണ്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് OHP ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഡിസൈനിലൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്റ്റോൺ ചെയിൻ ആ ഡിസൈനിൽ കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുമ്പോഴല്ലോ നമ്മൾ ഗ്യാപ്പ് ഇല്ലാത്ത രീതിക്ക് വേണം ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. ഇതുണ്ടോ, അതിൻ്റെ ഓരോ സ്റ്റോണിൻ്റെ ഇടയിലും ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവും. അതൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അത് കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ഹാർട്ടിൻ്റെ ഉള്ളിൽ ഗ്ലൂ ആക്കിയിട്ട് ഇതുപോലെ കുഞ്ഞ് വൈറ്റ് ബീഡ്സാണ് നമ്മൾ ആദ്യത്തെ കമ്മലിൽ യൂസ് ചെയ്ത്. ഇത്രയും കൂടെ വലിയ ബീഡ്സാണ്. ഇത് നല്ല കുഞ്ഞ് ബീഡ്സാണ്. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഡിസൈനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അത് ഡ്രൈ ആയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തത്. അത് കഴിഞ്ഞ് ബാക്കിൽ സ്റ്റഡ് ബേസും കൂടെ വെച്ചു. നമ്മുടെ കമ്മൽ സിമ്പിളായിട്ട് റെഡി ആയില്ലേ? ഈ പിള്ളേർക്കൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല കമ്മലാണ് കേട്ടോ. കണ്ടോ, കാണാനും എന്തൊരു ഭംഗിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുമാതിരി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.